ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇന്നീ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാതെ വേദനകളായി ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയതായി വരുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടാലും തള്ളിക്കളഞ്ഞാലും ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സിനെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് 100 വട്ടം മനസ്സുള്ള വ്യക്തികളാണ്. കുട്ടിക്കാലം മുതൽ മുതിർന്നവരെല്ലാം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, സഹായ മനസ്ഥിതിയോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി മുറിവേൽപ്പിക്കുന്നത് കണക്ക് നമ്മൾ കൊടുക്കുന്ന കുറച്ച് വേദനകളുണ്ട്. അത് നമ്മൾ ഹീല് ചെയ്യുന്നുമില്ല. പിന്നെ അതൊരു വലിയ മുറിവായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർട്ടിയർ സിൻഡ്രം എന്ന് പറയും. അതായത് അത് കൂടുതലും അമ്മമാരിലും ഒക്കെയാണ് കണ്ടുവരുന്നത്. നമ്മൾ ഉണ്ണാതെയും ഉറങ്ങാതെയും ഉടുക്കാതെയും സന്നദ്ധ മനസ്സോടുകൂടി മറ്റുള്ളവരെ ഊട്ടാനും ഉറക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും, നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ നല്ലൊരു ഡ്രസ്സ് ഇടാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മളുടെ സമയവും നമ്മളുടെ ആരോഗ്യവും എല്ലാം കളഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വരും. ഇതൊന്നും നിനക്കെന്തേ കിട്ടിയില്ലല്ലോ, നല്ല ഭക്ഷണം സമയത്തിന് കിട്ടുന്നില്ലല്ലോ, നല്ല ഉറക്കം കിട്ടുന്നില്ലല്ലോ, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ച് നീ ആദ്യം ഇടുന്നില്ലല്ലോ, ഇതൊക്കെ എപ്പോഴാ, എന്താ നിനക്കിതൊന്നും വേണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം വരികയും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. അതായത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സേനാധിപതി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ഇമോഷൻസും ഇല്ലാതെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക, മരണം വരെയും പൊരുതുക എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ മനസ്സ് ആ ഒരു രീതിയിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള രീതിയിൽ അതൊരു വേദനയായി നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളും അല്ലെങ്കിൽ ഉത്ഭവിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഇഷ്യൂസ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു വ്യക്തിയെ നമ്മുടെ കുടുംബത്തിലുള്ളതോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലുള്ളതോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ അയൽപക്കത്തൊക്കെ ഉള്ള ആരെങ്കിലും ഒന്ന് സഹായിച്ചു എന്നിരിക്കട്ടെ. പിന്നെ എപ്പോഴൊക്കെ അവർക്ക് സഹായം വേണോ അപ്പോഴൊക്കെ അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പിന്നെ അവരൊരു റിവെഞ്ചാക്കി അതൊരങ്ങ് എടുക്കും. എന്നിട്ട് മറ്റുള്ളവർക്കെല്ലാം പറയും നമ്മളെ സഹായിക്കേണ്ടത് അവരുടെ കടമയല്ലേ, നമുക്കില്ലാത്തതുകൊണ്ടല്ലേ ചെന്ന് ചോദിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇമോഷൻസും കൂടെ കലർത്തിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ റിവെഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്കൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല, നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ പറയുന്നതും അവരെ പറയുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതും എല്ലാ വേദനകളും സ്വീകരിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അത് നമുക്കൊരു വലിയ ശ്വാസം മുട്ടലാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി. അതിന് കാര്യം പറയുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞു തരാം. രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ആ ക്യാരക്ടർ രാവിലെ പരവര വെളുക്കുന്നത് മുതൽ രാത്രി വരെയും ജോലിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ആരും തരില്ല, ബഹുമാനം ആരും തരില്ല. ഒരു കൊച്ചുകുട്ടി വരെ മനസ്സിലാക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു വ്യക്തി, അതിൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ് എന്നല്ലാതെ ആരും ഒരു മാന്യതയും തരാതിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കും, എപ്പോഴും ഇങ്ങനെ മെഷീൻ പോലെ ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ടില്ലേ ആർക്കും ഒരു മതിപ്പും ഇല്ലല്ലോ എന്നുള്ളൊരു വേദന. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഡ്രെയിൻ. നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു സഹായത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഒരു സഹായത്തിന് വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസാണെന്ന് തന്നെ വെച്ചോളൂ. അപ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വണ്ടിയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു.
അന്നത്തെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് റൂമൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ പരമാവധി നമ്മളുടെ ബാക്കി സമയവും നമ്മളുടെ ജോലിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മളിങ്ങി പോരുന്നു. പിന്നെ 2-3 ദിവസത്തേക്ക് നമ്മളുടെ തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ അത് വലിയൊരു സീനറി അല്ലെങ്കിൽ ഒരു സിനേറിയോ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിങ്ങനെ വയ്യാതൊക്കെ ചെന്നപ്പോഴത്തേക്ക് നമ്മളെ ഇവിടെ കൊണ്ടാക്കി വെച്ചങ്ങ് പോയി, പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ നമ്മളുടെ ഇന്ന് സഹായം വാങ്ങിച്ചുകൊണ്ട് ഇതുപോലത്തെ സീൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ തന്നെ സൂചി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലത്തെ വേദനകൾ. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, നമ്മൾ പോയിട്ടില്ലേ, ആദ്യം ഇങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി പോയിട്ടില്ലേ, അത് സാരമില്ല കേട്ടോളൂ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഇതൊരു മുറിവായിട്ട് അവശേഷിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെയിൻ. നമ്മൾ മറ്റുള്ളവരെ ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് അവർ വന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നോ പറയാനുള്ള നമ്മളുടെ ആ ഒരു മടി, നമ്മളുടെ ആ ഒരു ഈഗോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഇല്ലെന്ന് പറയുന്നത്, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള രീതിയിൽ ആ ഒരു സ്ട്രെയിൻ എടുത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തപ്പോൾ വേറെ ആരുടെയും നിന്ന് കടമൊക്കെ വാങ്ങിച്ച് 100 കള്ളത്തരവും പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ സമയത്തിന് നമുക്ക് തിരിച്ചു തരണമെന്നില്ല. അപ്പോൾ ഈ കടം വാങ്ങിച്ച ആളുടെ നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലും നമ്മളെ ഒന്ന് മുറുകി കെട്ടുന്ന കണക്കൊന്ന് ശ്വാസം മുട്ടിച്ച് വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രെയിൻ ആവുകയും അത് നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടലാവുകയും ആദ്യമേ വേണ്ടാന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായിട്ട് നമുക്ക് ആ രീതിയിൽ അവരോട് നോ പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ആ ഒരു നെഗറ്റിവിറ്റി ആൻഡ് ബിറ്റർനെസ്. അതായത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം, സെൽഫ് കെയറോ സെൽഫ് ലവോ ഒന്നും നമ്മൾ നോക്കാതെ, നമുക്ക് വേണ്ടിയിട്ടൊന്നും നോക്കാതെ ഒരാൾക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഊണും ഉറക്കവും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ദിവസങ്ങളോളം അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഓടി നടന്ന് കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നന്ദി എന്ന് പറയുന്നൊരു വാക്ക് പോലും ഇല്ലാതെ അവർ പിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ നമ്മളെ ഒന്ന് തേടി വരാതെ ഒരു താങ്ക്സ് ഒന്നും പറയാതെ അവർ പോക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കും, എന്തായിരുന്നു, ഉറക്കമില്ല, ഊണില്ല, നമ്മളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, വീട്ടിലന്വേഷിക്കുന്നില്ല, ഇങ്ങനെ ഓട്ടമായിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? സാരമില്ല, ഇനി അടുത്ത അനുഭവം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം എന്നുള്ള രീതിയിൽ അതും ഒരു മുറിവായിട്ട് നമ്മളുടെ ഉള്ളിൽ അവശേഷിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ റിലേഷൻഷിപ്പ്. നമ്മൾക്കെല്ലാവരെയും സഹായിക്കാൻ ആഗ്രഹമാണ്. അത് കൂട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ ജോലി സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ സാമ്പത്തികമായിട്ടും നമ്മളുടെ എനർജി, നമ്മളുടെ സമയം എല്ലാം കളഞ്ഞ് നമ്മളിങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മളുടെ തൊട്ട് അടുത്ത് ബന്ധത്തിൽ നിൽക്കുന്ന നമ്മളുടെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മളെ കിട്ടാതാവുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബന്ധങ്ങൾക്ക് വിള്ളൽ വരും. എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്ന് സഹായിക്കുമ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇവരാരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ എവിടെയായിരുന്നു, കണ്ടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ അവരും നമ്മളിലേക്ക് കുറ്റം ചാർത്തിക്കൊണ്ട് ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുമ്പോൾ അതും നമ്മളുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് അവശേഷിക്കും. നമ്മൾ പറയും, സഹായിക്കാൻ പോയതല്ലേ, എന്നിട്ടും എനിക്ക് കിട്ടുന്നത് താണ്ട ഇതുപോലത്തെ പഴികളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് സഹായിക്കാൻ 100 തവണ മനസ്സുണ്ടെങ്കിലും നമ്മളുടെ സാഹചര്യം, നമ്മളുടെ സമയം നമ്മളെ തന്നെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യാത്ത അവസ്ഥകളൊക്കെ ആണെങ്കിൽ മാത്രം മറ്റുള്ളവരെ സഹായിക്കുക. ഈശ്വരൻ ഒരിക്കലും എല്ലാവരെയും ഓടി നടന്ന് സഹായിക്കണമെന്ന് പറയുന്നില്ല. ആദ്യം നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീ വളരെ പെർഫെക്റ്റ് ആക്കി ചെയ്തു വെച്ചിട്ട് നിൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ഈശ്വരൻ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സാണ്. എന്നോട് ഇമോഷണലി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ട്രിഗറിങ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഞാൻ ആ കാര്യം ഒന്ന് മെസ്സേജായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.